ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പുട്ടാണ്. മുട്ടപ്പുട്ട് ഇത് അതായത് പുട്ട് മിച്ചം വരുന്ന ബാക്കി വരുന്ന പുട്ട് കൊണ്ട് നമുക്ക് ഒരു മുട്ടപ്പുട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയ സാധനങ്ങൾ ഇത് 2.25 കപ്പ് പുട്ടുണ്ട്. ഇത് പുട്ട് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ സ്റ്റീമറിൽ വേവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സ്റ്റീമറിനകത്ത് വേവിച്ച പുട്ടാണിത്. ഡിന്നറായിട്ടാണ് ഞാനിപ്പോൾ മുട്ടപ്പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടിയത് 3 മുട്ട വേണം. മുട്ട നിങ്ങൾക്ക് 3 ആയാലും 4 ആയാലും കുഴപ്പമില്ല, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 2 വറ്റൽമുളക്, ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ വേണ്ടിയത് ഒരു തക്കാളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. മസാല ഉണ്ട്, അത് ഞാൻ ഈ മുട്ടപ്പൊട്ട് തയ്യാറാക്കുമ്പോൾ ഇത് പറഞ്ഞു തരാം. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കടായി വെച്ചിട്ട് അതിനകത്തോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ഞാൻ കറിവേപ്പിലയുടെ കാര്യം ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ പച്ചമുളക്, ഇനി ഇതിലോട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. മസാലയൊക്കെ നന്നായിട്ട് മൂക്കട്ടെ. മസാല ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടി ഇളക്കി ഈ തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ ഉടച്ചെടുക്കണം. നമ്മുടെ തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം മുട്ട ഇടുന്നതുകൊണ്ട് കുരുമുളക് പൊടിയായിട്ട് നല്ല ചേർച്ചയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിരിക്കുന്ന 3 മുട്ട ഇതിലോട്ട് ചേർക്കുകയാണ്. മുട്ട ഇങ്ങനെ ചീകി എടുക്കുക. ഉപ്പുണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയില ഇടാം. എൻ്റെ ഇപ്പോൾ മല്ലിയില ഇല്ല. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇപ്പം ഇതിലോട്ട് പുട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പം മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ മുട്ടപ്പുട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.